ഇനി നമ്മൾ 16ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറത്തിൽ നിന്നാണ് എന്തായാലും ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കാണുമ്പോൾ നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 48 ഇൻ ദ എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 48 എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ബൈനോമിയലിൽ നിന്ന് മാത്രമല്ലേ, നമുക്ക് സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് കോൺസെപ്റ്റും കൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം നോക്കിക്കേ, ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 48 ഇൻ ദിസ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഈ എക്സ്പാൻഷൻ നിങ്ങൾ നോക്കിയേ, ആദ്യം 1 × 1 + x, പിന്നെ 2 × 1 + x ഹോൾ സ്ക്വയർ, പിന്നെ 3 × 1 + x ഹോൾ ക്യൂബ്. അപ്പോൾ ആദ്യം 1, 2, 3 എന്നുള്ള രീതിയിൽ സാധനങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് 1 + x, പിന്നെ 1 + x ഹോൾ സ്ക്വയർ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുക. ശരിക്കും ഇതെന്താണ് AGP, അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത് അല്ലേ. AP വരുന്നുണ്ട്, GP വരുന്നുണ്ട്. AGP ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടുത്തെ സമ്മ് നമുക്ക് S = എന്തൊക്കെ തന്നിരിക്കുന്നത്, 1 × 1 + x, then 2 × 1 + x ഹോൾ സ്ക്വയർ, then 3 × 1 + x whole cube plus etc plus 99 × 1 + x whole raised to 99 plus നമുക്ക് എത്ര കിട്ടും 100 × 1 + x whole raised to 100. ഇതാണ് നമുക്ക് ഉള്ളത് ഇപ്പോൾ ഉള്ള സീരീസ്. ഇനി അരിത്തമെറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കോമൺ റേഷ്യോ കൊണ്ട് ഈ ആറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടുത്തെ കോമൺ റേഷ്യോ എന്താണ് 1 + x ആണ് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, 1 + x × s കിട്ടും. ദെൻ അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ മുതലായിരിക്കും നമ്മളിത് സീരീസ് റിപ്പീറ്റ് ചെയ്യുന്നത്. 1 × 1 + x, ദെൻ അടുത്തത് 2 × 1 + x ഹോൾ സ്ക്വയർ അല്ലേ. സോറി, ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഹോൾ ക്യൂബ് വരും. ദെൻ അടുത്തത് ഇങ്ങനെ വന്ന് ഇവിടെ നമുക്ക് എത്ര കിട്ടും മക്കളെ, അടുത്തത് ഇവിടെ ഒരു മിനിറ്റ്, ഇത് ഇങ്ങനെ വന്ന് ഞാൻ ഇവിടെ ഇങ്ങോട്ട് എഴുതാം, അല്ലെങ്കിൽ അത് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ വരെ വന്ന് ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 99 × 1 + x ഹോൾ റൈസ് ടു എത്ര കിട്ടുന്നത് 100 വരും. നെക്സ്റ്റ് അടുത്തത് 100 × 1 + x ഹോൾ റൈസ് ടു 101 വരും. ഓക്കെ, റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത് സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ -xs എന്ന് കിട്ടും. ദെൻ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 + x എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 + x ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 + x ഹോൾ ക്യൂബ് എന്ന് കിട്ടും. ഇത് വന്ന് നമുക്ക് അടുത്തത് 1 + x ഹോൾ റൈസ് ടു 100 -100 × 1 + x ഹോൾ റൈസ് ടു 101 എന്ന് വരും. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു GP ആയിട്ട് കിട്ടും. റെഡി, GPയുടെ സമ്മ് നമുക്ക് എഴുതാം. ഓക്കെ, GPയുടെ സമ്മ് നമുക്ക് എഴുതാനായിട്ട് അറിയാം അല്ലേ. സോ -xs a 1 + x ആണ്, കോമൺ റേഷ്യോ 6 ആണ്. സോ അപ്പോൾ r⁻n എന്ന് പറയുമ്പോൾ 1 + x ഹോൾ റൈസ് ടു 100 ടൈംസ് ആണ് നമുക്കുള്ളത്, -1 / r-1. സോ 1 + x -1 -100 × 1 + x ഹോൾ റൈസ് ടു 101. റെഡി അല്ലേ, എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഇതിനെ നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1 + x ഹോൾ റൈസ് ടു 101 മൈനസ്, ദെൻ ഇത് 1 പോയി x ആയി. അപ്പോൾ ഞാൻ ഈ ഡിനോമിനേറ്റർ x കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഇവിടെ 1 + x/x ഞാൻ കൊടുക്കുന്നു. നെക്സ്റ്റ് 100 1 + x ഹോൾ റൈസ് ടു 101 വരും. ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്തോട്ട് -xs ആയതുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് -x കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ s. ദെൻ ഇവിടെ നമുക്ക് -1 + x ഹോൾ റൈസ് ടു 101/x², ഇവിടെ +1 + x/x², ഇവിടെ +100 1 + x ഹോൾ റൈസ് ടു 101/x എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് നമുക്കിപ്പോൾ കിട്ടുന്ന S എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എന്താണ്, ഇതിനകത്ത് നിന്ന് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 48 ആണ് വേണ്ടത് മക്കളെ. ഇതിനകത്ത് നിന്ന് ഇവിടെ x² താഴെ കിടക്കുന്നത്. അപ്പം x⁻48 വേണമെങ്കിൽ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, x⁻50 വേണം പുറത്തെടുക്കാനായിട്ട്. ഇവിടെ x² ഉണ്ട്, പക്ഷേ ഇവിടെ x⁻1 ആയതുകൊണ്ട് അതിന് x⁻, പുറത്തെടുക്കേണ്ട ഒന്നുമില്ല അല്ലേ, കാരണം നമുക്ക് പുറത്തെടുക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് x⁻48ന്റെ കോഎഫിഷ്യന്റ് കിട്ടത്തില്ല. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് x⁻101 ഉണ്ട്, ഇവിടെ നമുക്കൊരു x ആണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ x⁻ എന്തെടുത്താൽ മതി,
കാരണം എക്സ് റൈസ് ടു 49 അല്ലേ, 49 ഒരു എക്സോടെ കട്ട് ചെയ്ത് നമുക്ക് എക്സ് റൈസ് ടു 48 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് റൈസ് ടു 49 പുറത്തെടുക്കേണ്ടത്. റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനി കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 48 ആണ് എടുക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ് ടു 48. അപ്പം നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ഇവിടുന്ന് നമുക്ക് മൈനസ് ഓഫ് എന്താ വരുന്നത്? 101C അല്ലേ, കോഎഫിഷ്യന്റ് മാത്രം മതി. 101C 50 ആണ് നമ്മൾ പുറത്തെടുക്കുന്നത്. ദെൻ അടുത്തത് 100 ഇൻറ്റു, അവിടെ ഒരു 100 ഉണ്ടല്ലേ, 100 ഇൻറ്റു ദെൻ ഇവിടെ നമുക്ക് എന്താ എടുക്കുന്നത്? 101C 49 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 100 ഇൻറ്റു 101C 49 മൈനസ് 101C 50 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. അത് വന്നിട്ട് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ?